സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്നതാണോ അതോ ന്യൂസിലൻഡ് പ്രോസസ്സ് ചെയ്തിട്ട് അതുവഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുന്നതാണോ ബെറ്റർ? ആ ഒരു ഓപ്ഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ന്യൂസിലാൻഡ് പ്രോസസ്സ് വഴി ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നോക്കാം. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ IQN തിയറി എക്സാം ഉണ്ട്, പിന്നെ ഓസ്കി പ്രാക്ടിക്കൽ എക്സാം ന്യൂസിലൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ഫൈനൽ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസിലൻഡിന്റെ ലൈസൻസ് കിട്ടും. പിന്നെ അത് ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേറെ എക്സാംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സിന് ഇംഗ്ലീഷിന്റെ എക്സംഷൻ കൊടുക്കുന്നുണ്ട് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ. സോ ആ ഒരു സ്റ്റേജിൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ചില കേസിൽ മാത്രം ചില കാൻഡിഡേറ്റ്സിനോട് സ്കോർ ചോദിക്കുന്നുണ്ട്. അതല്ലാതെ മിക്കവർക്കും എക്സംഷൻ കിട്ടിയിട്ട് തന്നെ അവർക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഏകദേശം 1 ഇയർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. കാരണം കേസ് മാനേജർ അസൈൻ ആവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 8 മാസം എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 8 മാസത്തിനുള്ളിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഓസ്കിയുടെ സ്റ്റേജ് വരെയോ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് വരെയോ എത്താനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് നടക്കുക. ഓസ്കിയുടെ ഡേറ്റ് കിട്ടാനൊന്നും അധികം ഡിലേ ഇല്ല. അപ്പോൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ഓസ്ട്രേലിയ നോക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ. കോസ്റ്റ് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഏകദേശം കോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വരിക. അതുപോലെ പ്രോസസ് ആണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും IQN തിയറി എക്സാമും ഓസ്കി പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനിലാണെങ്കിലും NCLEX-RN അതൊരു തിയറി ബേസ്ഡ് എക്സാം ആണ്. NCLEX-RNും ഉണ്ട്, ഓസ്കിയും ഉണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ഏതിനാണ് സക്സസ് റേറ്റ് കൂടുതൽ എന്നുള്ളത്. അത് ഓരോ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ് ഓസ്ട്രേലിയയുടെ NCLEX-RN എക്സാം. കോച്ചിങ് എടുക്കണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് കാൻഡിഡേറ്റിനെ ഡിസൈഡ് ചെയ്യാം ഏത് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത്. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ പ്രോസസ്സ് തന്നെയാണ്. ഡെസ്മ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണ്. സോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.